everyone, welcome back to Kunji's class. നമ്മൾ 7th സ്റ്റാൻഡേർഡ് സയൻസിൻ്റെ 6th ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച പോർഷനൊക്കെ എല്ലാവരും വായിച്ചു നോക്കിയോ? എല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. അവിടെ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൻ്റെയും മാത്സിൻ്റെയും വീഡിയോസ് അവൈലബിൾ ആണ്. വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. Activity 6.7. Dissolve about a teaspoonful of copper sulfate in about half a cup of water in a glass tumbler or a beaker. അപ്പോൾ ഒരു ബീക്കർ എടുക്കുക. ബീക്കറിൽ പാതിയോളം വെള്ളം ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ നിറച്ച് കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ടു ദി സൊല്യൂഷൻ. അതിനുശേഷം കുറച്ച് ഡ്രോപ്സ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് അതിലേക്ക് ആഡ് ചെയ്യുക. യു ഷുഡ് ഗെറ്റ് എ ബ്ലൂ കളേർഡ് സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ബീക്കർ എടുത്തു, അതിൻ്റെ പാതി വെള്ളം എടുത്തു, അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് ഡ്രോപ്സ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമുക്കൊരു ബ്ലൂ കളേർഡ് സൊല്യൂഷൻ കിട്ടി. സേവ് എ സ്മോൾ സാമ്പിൾ ഓഫ് ദ സൊല്യൂഷൻ ഇൻ എ ടെസ്റ്റ് ട്യൂബ് ഓർ എ സ്മോൾ ഗ്ലാസ് ട്യൂബ്. ഇതിന്ന് കുറച്ച് മാറ്റി വെക്കുക. ഓക്കെ, കുറച്ച് സൊല്യൂഷൻ എടുത്ത് ഒരു ടെസ്റ്റ് ട്യൂബിനകത്തേക്ക് മാറ്റി വെക്കുക. ഡ്രോപ്പ് എ നെയിൽ ഓർ എ യൂസ്ഡ് ഷേവ് ബ്ലേഡ് ഇൻ ടു ദ റിമൈനിങ് സൊല്യൂഷൻ. അപ്പോൾ ഇതിലേക്കൊരു നെയിൽ, ഒരു ആണി അല്ലെങ്കിൽ യൂസ് ചെയ്ത ഒരു ബ്ലേഡ് ഇതിൻ്റെ അകത്തേക്ക് ഇടുക. ഈ ഒരു ബീക്കറിനകത്തിരിക്കുന്ന ഈ സൊല്യൂഷനിലേക്ക് നമ്മൾ ഇട്ട് നോക്കുക. വെയിറ്റ് ഫോർ ഹാഫ് ആൻ അവർ ഓർ സോ. അരമണിക്കൂറോ അല്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഒബ്സർവ് ദ കളർ ഓഫ് ദ സൊല്യൂഷൻ. കമ്പയർ ഇറ്റ് വിത്ത് ദി കളർ ഓഫ് ദ സാമ്പിൾ സൊല്യൂഷൻ സേവ്ഡ് സെപ്പറേറ്റ്ലി. അപ്പോൾ നമ്മൾ ഈ റിസൾട്ട് ചെയ്യുന്ന ഈ സൊല്യൂഷൻ്റെ കളറും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ ആ ഒരു കളറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഇവിടെ നമുക്ക് ഫിഗർ 6.4 ഈ ഒരു കമ്പാരിസൺ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, അതായത് കോപ്പർ സൾഫേറ്റ് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്തതിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തപ്പോൾ നമുക്കൊരു ബ്ലൂ കളറായിരുന്നു ലഭിച്ചിരുന്നത്. അതിലേക്ക് നമ്മൾ യൂസ് ചെയ്തൊരു ബ്ലേഡോ അല്ലെങ്കിൽ ഒരു ആണിയോ ഇട്ട് നോക്കുമ്പം ഗ്രീനിഷ് കളറായിട്ടത് മാറും. അതായത് കോപ്പർ സൾഫേറ്റിൽ നിന്ന് അയൺ സൾഫേറ്റിലേക്ക് ഒരു ചേഞ്ചാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ സബ്സ്റ്റൻസ് ചേഞ്ച് ആയതുകൊണ്ടാണ് ഈ ഒരു കളർ ചേഞ്ച് നമുക്കിവിടെ ഉണ്ടായത്. അതായത് ബ്ലൂ കളറ് ഗ്രീൻ കളറായിട്ട് മാറിയിരിക്കുന്നതാണ് നമുക്കിവിടെ ഈ ഫിഗറിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. ഡു യു സീ എനി ചേഞ്ച് ഇൻ ദ കളർ ഓഫ് ദ സൊല്യൂഷൻ? ചേഞ്ച് കാണാം അല്ലേ? ബ്ലൂയിഷ് കളറിൽ നിന്ന് ഗ്രീനിഷ് കളറിലേക്കുള്ള ഒരു മാറ്റം. ടേക്ക് ഔട്ട് ദ നെയിൽ ഓർ ദ ബ്ലേഡ്. ഹാസ് ഇറ്റ് ചേഞ്ച്ഡ് ഇൻ എനി വേ? ഈ ബ്ലേഡ് അല്ലെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ആ ആണി അതിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് നോക്കുക. അതിലും എന്തെങ്കിലും ചേഞ്ച് കാണാനായിട്ട് സാധിക്കുമോ? ദ ചേഞ്ചസ് ദാറ്റ് യു നോട്ടീസ് ആർ ഡ്യൂ ടു എ റിയാക്ഷൻ ബിറ്റ്വീൻ കോപ്പർ സൾഫേറ്റ് ആൻഡ് അയൺ. അപ്പോൾ ഇങ്ങനെ ഒരു ചേഞ്ച്, ഈ ഒരു കളർ വ്യത്യാസം ഇവിടെ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു കോപ്പർ സൾഫേറ്റും അയണും തമ്മിലുള്ള റിയാക്ഷൻ കാരണമാണ്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇവിടെ നമ്മൾ കണ്ടത്? ഇവിടെ നമ്മുടെ കോപ്പർ സൾഫേറ്റ്, ബ്ലൂ കളറായിരുന്ന കോപ്പർ സൾഫേറ്റ് ഗ്രീൻ കളറായിട്ട് മാറുന്ന കണ്ടു. അതുപോലെ തന്നെ നല്ല ഷൈനിങ് ആയിട്ടുള്ള ബ്ലേഡ് അല്ലെങ്കിൽ ഒരു അയണാണ് നമ്മൾ അതിലേക്ക് ഇട്ടത്, അതിനൊരു ബ്രൗണിഷ് കളറായി മാറുന്നത് അല്ലെങ്കിൽ അതിലൊരു ബ്രൗണിഷ് ഡെപ്പോസിറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ രണ്ട് ചേഞ്ചസ്, ബോത്ത് ഈ സൊല്യൂഷനും അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന നെയിൽ അല്ലെങ്കിൽ ആ ഒരു ബ്ലേഡിനും നമുക്ക് കളർ വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വ്യത്യാസം ഇവിടെ ഉണ്ടായത് കോപ്പർ സൾഫേറ്റും അയണും തമ്മിലുള്ള റിയാക്ഷൻ കാരണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The change of color of the solution from blue to green is due to the formation of iron sulfate, a new substance. അപ്പം ഈ ബ്ലൂ കളറായിരുന്ന ഈ ഒരു സൊല്യൂഷൻ ഗ്രീൻ കളറായിട്ട് മാറാനുള്ള കാരണമെന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് ആയിരുന്ന സൊല്യൂഷൻ അയൺ സൾഫേറ്റായി മാറിയത് കൊണ്ടാണ്. The brown deposit on the iron nail is copper, another new substance. ആ ആണിയിൽ അല്ലെങ്കിൽ ആ ബ്ലേഡിലുണ്ടായിരിക്കുന്ന ആ ഒരു കളർ വ്യത്യാസം, അതായത് ആ ഒരു ബ്രൗൺ ഡെപ്പോസിറ്റ് അതിൽ കാണുന്നത് കോപ്പർ ഈ എന്ന് പറയുന്ന ഒരു പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്തത് കൊണ്ടാണ്. ഓക്കെ, നമുക്കതിൻ്റെ റിയാക്ഷൻ ഇങ്ങനെ എഴുതാം. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ പ്ലസ് അയൺ ഗീവ്സ് അയൺ സൾഫേറ്റ് സൊല്യൂഷൻ
പ്ലസ് കോപ്പർ. അപ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും അയണും കൂടെ ചേരുമ്പം അയൺ സൾഫേറ്റ് സൊല്യൂഷനും കോപ്പറുമായി മാറുന്നു. അപ്പം നമ്മുടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ബ്ലൂ കളറായിരുന്നു. അതിലേക്ക് നമ്മൾ അയൺ, അതായത് ഒരു ആണിയോ അല്ലെങ്കിൽ ബ്ലേഡോ ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയ ആ സൊല്യൂഷൻ്റെ കളറെന്ന് പറയുന്നത് ഗ്രീൻ ആയിരുന്നു. കാരണം അയൺ സൾഫേറ്റ് സൊല്യൂഷൻ അവിടെ ഉണ്ടായി. പിന്നെ നമ്മുടെ നെയിൽ അല്ലെങ്കിൽ ബ്ലേഡിലൊരു ബ്രൗൺ ഡെപ്പോസിറ്റ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അവിടെ കോപ്പർ ഉണ്ടായിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും അയണും കൂടെ ചേർന്നപ്പം അയൺ സൾഫേറ്റ് സൊല്യൂഷനും കോപ്പറുമായി മാറി. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു ഇതല്ലേ. ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ഈ ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്തത്, ഒരു ബീക്കർ എടുത്തു, അതിൻ്റെ പാതി വെള്ളം എടുത്തു, അതിലേക്ക് 1 ടീസ്പൂൺ കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് ഡ്രോപ്സ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്, ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം നമുക്ക് കിട്ടിയ സൊല്യൂഷൻ്റെ കളറെന്ന് പറയുന്നത് ബ്ലൂ കളറാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു അയൺ നെയിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ബ്ലേഡ് നമ്മൾ ഇട്ട് കൊടുത്തല്ലേ, ഒരു ആണിയോ ഒരു ബ്ലേഡോ ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്കതിലൊരു മാറ്റം കാണാനായിട്ട് പറ്റി. ആ സൊല്യൂഷൻ ബ്ലൂ കളറായിരുന്ന ആ സൊല്യൂഷൻ ഗ്രീൻ കളറായിട്ട് മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ആ ബ്ലേഡ്, നല്ല ഷൈനിങ് ആയിട്ടുള്ള ബ്ലേഡ് അല്ലെങ്കിൽ നെയിലായിരുന്നു നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരുന്നത് അല്ലേ. അപ്പോൾ അതിലൊരു ബ്രൗൺ ഡെപ്പോസിറ്റ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നതെന്നാണ് നമ്മൾ ഈ ആക്ടിവിറ്റിയിൽ പഠിച്ചത്. കാരണം ഇവിടെ ഒരു റിയാക്ഷൻ നടന്നിട്ടുണ്ട്. ഈ കോപ്പർ സൾഫേറ്റും അയണും തമ്മിലൊരു റിയാക്ഷൻ. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും അയണും കൂടെ മിക്സ് ചെയ്തപ്പം അയൺ സൾഫേറ്റ് സൊല്യൂഷനും കോപ്പറും ഫോം ചെയ്തു. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന് ബ്ലൂ കളറായിരുന്നു, അയൺ സൾഫേറ്റ് സൊല്യൂഷന് ഗ്രീൻ കളറായിട്ട് മാറി. അതുപോലെ തന്നെ ഈ അയൺ, നല്ല ഷൈനിങ് ആയിട്ടുള്ള അയൺ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തതാണ് അല്ലേ, അത് കോപ്പറായിട്ട് മാറി. ഒരു ബ്രൗൺ ഡെപ്പോസിറ്റ് നമുക്ക് ഈ ബ്ലേഡിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഈ നെയിലിൻ്റെ പുറത്തായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് കോപ്പർ എന്ന് പറയുന്ന ഒരു പുതിയ സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ആക്ടിവിറ്റി നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ. ആക്ടിവിറ്റിയും ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു പോർഷനിൽ നിന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, നമുക്ക് എക്സാം ടോപ്പേഴ്സിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഓക്കെ, ആക്ടിവിറ്റി 6.8. ടേക്ക് അബൌട്ട് എ ടീസ്പൂൺ ഫുൾ ഓഫ് വിനീഗർ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ആഡ് എ പിഞ്ച് ഓഫ് ബേക്കിംഗ് സോഡ ടു ഇറ്റ്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു ടീസ്പൂൺ വിനീഗർ എടുക്കുക, അതിലേക്ക് നമ്മൾ ഒരു പിഞ്ച്, കുറച്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുക. You would hear a hissing sound and see bubbles of a ഗ്യാസ് കമ്മിങ് ഔട്ട്. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ വിനിഗറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിന് ഹിസ് എന്നൊരു സൗണ്ടും വരും. അതുപോലെ തന്നെ ബബിൾസ് ഇങ്ങനെ പൊങ്ങി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Pass this gas through freshly prepared lime water as shown in figure 6.5. അപ്പോൾ ഫിഗർ 6.5 കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ലൈം വാട്ടറിലേക്ക് ഈ ഗ്യാസ് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം. വാട്ട് ഹാപ്പൻസ് ടു ദി ലൈം വാട്ടർ? അപ്പോൾ ഈ ലൈം വാട്ടറിന് എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി വളരെ സിമ്പിളായിരുന്നു അല്ലേ. ആദ്യം നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, അതിലേക്ക് ഒരു ടീസ്പൂൺ വിനിഗർ ആഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് ബബിൾസ്, ഒരു ഹിസ്സിങ് സൗണ്ടോട് കൂടി ഏതോ ഒരു ഗ്യാസിൻ്റെ ബബിൾസ് ഇങ്ങനെ വരുമെന്ന് നമ്മൾ കണ്ടതാണല്ലേ. ഈ ബബിൾസ് നമ്മൾ ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ലൈം വാട്ടറിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിഗർ 6.5 കൂടെ നിങ്ങൾ നോക്കുക. അതുപോലെ വേണം നമ്മൾ ആ ഗ്യാസ് ആ ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ലൈം വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ദ ചേഞ്ച് ഇൻ ദ ടെസ്റ്റ് ട്യൂബ് ഈസ് ആസ് ഫോളോസ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്ത ആ വിനിഗറിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉള്ള ആ ഒരു ചേഞ്ച് നമുക്ക് നോക്കാം. ഓക്കെ, വിനിഗർ പ്ലസ് ബേക്കിംഗ് സോഡ ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് അതർ സബ്സ്റ്റൻസസ്. അപ്പോൾ വിനിഗറിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുമ്പം കാർബൺ ഡൈ ഓക്സൈഡും മറ്റ് സബ്സ്റ്റൻസുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഉണ്ടായിരിക്കുന്ന ഗ്യാസ്, ആ ഹിസ്സിങ് സൗണ്ടോട് കൂടി പൊങ്ങി വന്ന ആ ബബിൾസ് എന്ന് പറയുന്നത് എന്ത് ഗ്യാസ് ആയിരുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ആയിരുന്നു അല്ലേ. വിനിഗർ എന്ന് പറയുന്നത് അസറ്റിക് ആസിഡാണ്, ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആണ്. ഓക്കെ, ആ രണ്ട് ടേംസ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങൾ വിനിഗറെന്നും ബേക്കിംഗ് സോഡ എന്നും പഠിച്ചാൽ മതി. എങ്കിൽ പോലും പറ്റുമെങ്കിൽ ഈ അസറ്റിക് ആസിഡെന്നും സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്നുള്ള പേരും കൂടി ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വിനിഗറിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുമ്പം വരുന്ന ഗ്യാസാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അതുപോലെ തന്നെ വേറെയും കുറച്ച് സബ്സ്റ്റൻസസ് ഉണ്ടാവും.
ഓക്കെ, ദ റിയാക്ഷൻ ബിറ്റ്വീൻ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ലൈം വാട്ടർ ഈസ് ആസ് ഫോളോസ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഗ്യാസ് ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ലൈം വാട്ടറിലേക്ക് കടത്തിവിട്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു റിയാക്ഷൻ നമുക്ക് നോക്കാം. ആ കാർബൺ ഡൈ ഓക്സൈഡും ലൈം വാട്ടറും തമ്മിലുള്ള ആ ഒരു റിയാക്ഷൻ. കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ലൈം വാട്ടർ ഗീവ്സ് കാൽഷ്യം കാർബണേറ്റ് പ്ലസ് വാട്ടർ. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് CO2 ആണ് കാർബൺ ഡൈ ഓക്സൈഡ്, അതും ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ്, CaOH2. ഈ കാർബൺ ഡൈ ഓക്സൈഡും ലൈം വാട്ടറും കൂടെ മിക്സ് ചെയ്യുമ്പം കാൽഷ്യം കാർബണേറ്റും വാട്ടറുമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, when carbon dioxide is passed through lime water, calcium carbonate is formed, which makes lime water milky. The turning of lime water into milky is a standard test of carbon dioxide. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ലൈം വാട്ടറിലൂടെ പാസ് ചെയ്ത് പോകുമ്പം കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യും. ഈ കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നതുകൊണ്ട് ഈ ലൈം വാട്ടർ മിൽക്കി ആയിട്ട് മാറും. ഒരു മിൽക്കി അപ്പിയറൻസ് ഈ ലൈം വാട്ടറിന് ഉണ്ടാവും. അപ്പം കാർബൺ ഡൈ ഓക്സൈഡും ലൈം വാട്ടറും കൂടെ മിക്സ് ചെയ്തപ്പോൾ എന്ത് ചേഞ്ചാണ് വന്നതെന്നുള്ളത് നമുക്ക് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും ലൈം വാട്ടറും കൂടെ മിക്സ് ചെയ്തപ്പം കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്തു. അത് കാരണം ഈ ലൈം വാട്ടർ മിൽക്കിയായി മാറി. ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, അതായത് ലൈം വാട്ടർ മിൽക്കിയായി മാറുന്ന ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ടെസ്റ്റായിട്ടാണ് എടുത്തിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റായിട്ടാണ് നമ്മൾ ഈ ലൈം വാട്ടർ മിൽക്കി ആവുന്ന ഈ ഒരു ചേഞ്ചിനെ കണക്കാക്കിയിരിക്കുന്നത്. യു വിൽ യൂസ് ഇറ്റ് ഇൻ ചാപ്റ്റർ 10 ടു ഷോ ദാറ്റ് ദ എയർ വി ബ്രീത്ത് ഔട്ട് ഈസ് റിച്ച് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന എയറിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന എയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വേ ആണിത്. നമുക്ക് കിട്ടിയിരിക്കുന്ന എയർ, ഇപ്പം ഏത് എയറാണോ ടെസ്റ്റ് ചെയ്യാനുള്ള ആ എയർ അല്ലെങ്കിൽ ആ ഗ്യാസ് നമ്മൾ ഈ ലൈം വാട്ടറിലൂടെ പാസ് ചെയ്ത് വിടുക. അപ്പോൾ ആ ടൈമിൽ ഈ ലൈം വാട്ടർ മിൽക്കിയായി മാറുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്തു എന്നാണ്. കാർബൺ ഡൈ ഓക്സൈഡും ലൈം വാട്ടറും കൂടെ മിക്സ് ചെയ്യുമ്പോൾ മാത്രമേ കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യത്തുള്ളൂ അല്ലേ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന എയറിൽ അല്ലെങ്കിൽ ആ ഗ്യാസിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്റർ 10 നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന എയറിൽ, അതായത് നമ്മൾ എക്സെയിൽ ചെയ്യുന്ന എയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്തു നോക്കുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ലൈം വാട്ടർ വെച്ചുകൊണ്ടുള്ള ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ചെക്ക് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റായിട്ട് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. In activity 6.6 to 6.8, you saw that in each change one or more new substances were formed. അപ്പോൾ ആക്ടിവിറ്റി 6.6 മുതൽ 6.8 വരെ നമ്മളിപ്പോൾ കണ്ടതാണ് അല്ലേ. അപ്പോൾ അതിൽ എപ്പോഴൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോഴും ഒരു പുതിയ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇൻ ആക്ടിവിറ്റി 6.6, the ash was the new substance formed when magnesium was burned in air. മഗ്നീഷ്യം ബേൺ ചെയ്തപ്പം ഉണ്ടായ ഒരു പുതിയ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ആഷായിരുന്നു അല്ലേ. അതാണ് നമ്മൾ ആക്ടിവിറ്റി 6.6 കണ്ടത്. ഇൻ ആക്ടിവിറ്റി 6.7, the reaction of copper sulfate with iron produced iron sulfate and copper. ആക്ടിവിറ്റി 6.7 നമ്മൾ കണ്ടത് കോപ്പർ സൾഫേറ്റും അയണും കൂടെയുള്ള ആ ഒരു റിയാക്ഷനിൽ അയൺ സൾഫേറ്റും കോപ്പർ എന്ന് പറയുന്ന രണ്ട് പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നതാണല്ലേ. അപ്പം 6.6ഉം 6.7ഉം ഒക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ആക്ടിവിറ്റി വായിച്ച് നോക്കിയാൽ മതി. നമ്മൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോയ പോർഷനാണ്. ഓക്കെ, ബോത്ത് ഓഫ് ദീസ് ആർ ന്യൂ സബ്സ്റ്റൻസസ്. കോപ്പർ വാസ് ഡെപ്പോസിറ്റഡ് ഓൺ ദ ഷേവിംഗ് ബ്ലേഡ് ഓഫ് അയൺ. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ, അതായത് അയൺ സൾഫേറ്റ് അല്ലെങ്കിൽ കോപ്പർ എന്ന് പറയുന്നത് ഈ രണ്ടും പുതിയ സബ്സ്റ്റൻസ് തന്നെയായിരുന്നു. കോപ്പർ ഇപ്പം നമുക്ക് ഷേവിംഗ് ബ്ലേഡ് അല്ലെങ്കിൽ ആ അയൺ നെയിലിൻ്റെ മുകളിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടതല്ലേ. In activity 6.8, vinegar and baking soda together produced carbon dioxide which turned lime water milky. Can you name the new substance formed in this reaction? അപ്പം നമ്മൾ ആക്ടിവിറ്റി 6.8 കണ്ടത് എന്തായിരുന്നു? വിനിഗറും ബേക്കിംഗ് സോഡയും കൂടെ മിക്സ് ചെയ്തപ്പം അവിടെ ഒരു റിയാക്ഷൻ നടന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതല്ലേ. അപ്പോൾ അവിടെ ഒരു പുതിയ സബ്സ്റ്റൻസ് ഫോം ആയിട്ടുണ്ട്. അത് നമ്മൾ ലൈം വാട്ടറിലൂടെ പാസ് ചെയ്ത് വിട്ടപ്പോൾ അവിടെ ഒരു മിൽക്കി അപ്പിയറൻസ് വന്നു. കാരണം ഈ ലൈം വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ റിയാക്ട് ചെയ്യുമ്പം കാൽഷ്യം കാർബണേറ്റ് ഫോം ആയതുകൊണ്ടാണ്.
ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക.